അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രാവിലെ തന്നെ ക്യാമറയ്ക്ക് എടുത്തത്. അപ്പോൾ കുറേ ആയില്ല നമ്മൾ ഡെയിൻ മൈ ലൈഫ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു ഡെയിൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് ഈ ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല. ഇങ്ങോട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യാറില്ല. നമ്മൾ അപ്പോൾ എന്താണ് നടക്കുന്നത് അതേപോലെയാണ് എപ്പോഴും കണ്ടിന്യൂ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഒട്ടും നടക്കില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല കോൾഡായിരുന്നു, തൊണ്ടൊക്കെ ഭയങ്കര കിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ എടുത്തു. ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട്. എന്നാലും മൂക്കൊന്നും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. മൂക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പോൾ ജലദോഷമൊക്കെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും എന്തൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അധികം സമയമൊന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഏകദേശം ശരിയായി കേട്ടോ. അപ്പോൾ ഈ കണ്ണ് നല്ല ഉറക്കാണ്. ഇപ്പോൾ സമയം 7:30 ആയി. അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അതൊന്നും എടുക്കാനുള്ള ഒരു മൂഡ് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാറില്ല. കാരണം രാവിലത്തെ പണികൾ തീർത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ണ് നല്ല ഉറക്കാണ്. അപ്പോൾ ഇനി എനിക്ക് തുണിയൊക്കെ നനക്കാനുണ്ട്. അപ്പോൾ നനക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. അപ്പോൾ ഇതേ കണ്ണൻ നല്ല ഉറക്കത്തിലാണ്. എനിക്കിങ്ങനെ കണ്ണൻ ഉറങ്ങുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളാണ് കണ്ണൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കിളിക്കാൻ പറ്റിയാണ്, നമ്മുടെ വീട്ടിലെ കിളിക്കാൻ പറ്റിയാണ് കണ്ണൻ. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്താ പറയുക, എനിക്ക് എണീപ്പിക്കാനൊക്കെ തോന്നും. പക്ഷേ എണീപ്പിച്ചാൽ ഞാൻ തന്നെയാണ് നോക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ ഞാൻ എണീപ്പിക്കാറില്ല. അപ്പോൾ നല്ല ഉറക്കമാണ്. ഇനി എനിക്ക് തുണിയൊക്കെ നനക്കണം. അപ്പോൾ ഞാനൊന്ന് നനച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നനച്ചിട്ട് വരുമ്പോഴത്തേക്കും കണ്ണൻ എണീച്ചു. അപ്പം ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് അത് വാഷിംഗ് മെഷീനിൽ സ്പിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറേ തുണികളുണ്ടായിരുന്നു നനക്കാൻ. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് നനക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റിൻസിനും സ്പിന്നിനായിട്ട് വാഷിംഗ് മെഷീനിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ കണ്ണൻ എണീറ്റു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാർട്ടൂൺ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ എൻ്റെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൻ്റെ പല്ല് തേപ്പിക്കും. അപ്പോൾ അങ്ങനെ കണ്ണൻ കാർട്ടൂൺ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കാർട്ടൂണൊന്നും കാണിക്കേണ്ടതെന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. എന്നെ പോലെയുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. നമ്മളിതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ. പലരും പറയും കുഞ്ഞുങ്ങൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മളുടെ അവസ്ഥ നമുക്ക് മാത്രമല്ല അറിയൂ. അപ്പോൾ അതാണ്. കണ്ണൻ എങ്ങനെ പല്ലേക്കല്? കണ്ണൻ അങ്ങനെ ആടിക്കോട്ടെ പല്ലേക്കല്. കൈ കൊണ്ട് പല്ലേക്ക് എങ്ങനെ? ബ്രഷിലെങ്ങനെ? കണ്ണൻ എങ്ങനെ മമ്മൻ തിന്നല്? മമ്മ എങ്ങനെ തിന്നല്? കാണിച്ചേ. കണ്ണൻ എങ്ങനെ മമ്മൻ തിന്നല്? കാണിക്കലാ. അങ്ങനെ ഞാൻ പറയട്ടെ. അങ്ങനെ അതേ കണ്ണൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞു. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം നമ്മൾ മുന്നത്തെ 2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡെയിൻ മൈ ലൈഫിൽ കണ്ണൻ്റെ ഏത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കണ്ണൻ പല്ല് തേക്കുന്നതെന്ന്. അല്ലേ കണ്ണ? കണ്ണൻ്റെ പല്ല് തേച്ചു. പൊന്നേ പടേ ഉമ്മയല്ല ഒരമ്മ പഞ്ചാര പാട്. നീ പാട്. ഉമ്മ തേരാ അമ്മിഞ്ഞ പാലു തേരാ ചിരിക്കല്ലേ? എങ്ങനെ ചിരിക്കല്? എങ്ങനെ? അപ്പൊ ഇനി ചായ കുടിക്കാം. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി. എന്ത് തത്തമ്മ? അപ്പൊ ചായ കുടിക്കാം. എന്റെ ബാക്കി പാട്ട് പാടാം കേട്ടോ. ചായ കുടിക്കാം.
അപ്പോൾ ഇന്ന് ചായക്ക് ഇഡലി ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഇഡലി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉടച്ചിട്ടാണ് കണ്ണന് കൊടുക്കുന്നത്. അപ്പോൾ ഇഡലി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ പറ്റും, കണ്ണന് നല്ല രീതിയിൽ അത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഹൈ ചെയറിൽ കണ്ണനെ ഇരുത്തിയിട്ടുണ്ട്. അതിനിടയിൽ രാഹുലേട്ടൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാഹുലേട്ടൻ ഓന് രാഹുലേട്ടൻ്റെ കയ്യിലുള്ള ഇഡലിയൊക്കെ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അച്ഛനും മോനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ കണ്ണിന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ 3 ഇഡലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നല്ല ഒന്നാം തന്നെ സാമ്പാർ കറി എടുത്തു കേട്ടോ. അപ്പോൾ മീൻ കറി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഡലിയുടെ കൂടെ സാമ്പാർ കറി കൂട്ടാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെയാണ് ഇഷ്ടം താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഡലിയുടെ കൂടെ ഏത് കറിയാണ് കൂട്ടാൻ ഇഷ്ടം താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അപ്പത്തിനേക്കാളും കൂടുതൽ കറിയാട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഇപ്പോൾ ചോറിൻ്റെക്കാളും കൂടുതൽ കറിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും കൂടിയിട്ട് വളപ്പിലൊക്കെ ഒന്ന് ചുറ്റും നടക്കുകയാണ്. ഇത് നമ്മുടെ മിക്ക ദിവസവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വളപ്പിലൂടെ ഒന്ന് കോഴിയെയും പൂച്ചയൊക്കെ കാണിക്കാമെന്ന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ണന് മുന്നേ ഞാനിങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ എടുക്ക് പറഞ്ഞു ആപ്പിൾ വേണമെന്ന്. അതായത് പാഷൻ ഫ്രൂട്ടാണ് ആൾ ഉദ്ദേശിക്കുന്നത്. ആൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് ഓറഞ്ച് ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ട ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ അതിന് ആപ്പിൾ എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കുകയാണ്, പഴുത്തതുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ കുറേ പച്ച ഉണ്ടായിരുന്നു. അപ്പോൾ പഴുത്തത് അങ്ങനെ അതിനുള്ളിലിങ്ങനെ ഉള്ളിൽ ഒളിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാം തീർന്നു പോയി. അപ്പോൾ ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കറിവേപ്പിലയുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതാണിപ്പോൾ ഞങ്ങളുടെ കറിവേപ്പിലയുടെ അവസ്ഥ. ഭയങ്കര മോശമാണ്. കാരണം ഇങ്ങനെ എന്തോ ഒരു പ്രശ്നം നമ്മുടെ കറിവേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ പോലെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലകളിലൊക്കെ ഇങ്ങനെ കറുത്ത കുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇലയാണെങ്കിലും ഭയങ്കര എന്താ പറയുക, ഡ്രൈ ആയ പോലെയാണ് അവസ്ഥ. എപ്പോഴും വെള്ളം അടിക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ എന്നാലും ഇടയിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയ ഒരു അവസ്ഥയാണ്. അപ്പം ഞാനിങ്ങനെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പഴുത്തതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണനും അങ്ങോട്ട് നോക്കുകയാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങോട്ട് നോക്കുന്നത് അതേപോലെയാണ് കണ്ണനും നോക്കുന്നത്. നമ്മളെ അനുകരിക്കാട്ടോ ഇപ്പോൾ മെയിനായിട്ടുള്ള പണി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാഷൻ ഫ്രൂട്ട് വടിയിൽ ഉന്തിയിട്ടു. അതായത് വടിയിൽ ഇതാക്കിയിട്ട് ഉന്തിയിട്ടു. എന്നിട്ട് ഞാൻ കണ്ണിന് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു ഞാനിത് തരില്ല, എനിക്ക് തരില്ല, ഇത് എൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ചെറിയൊരു സങ്കടമായി. അപ്പോൾ ചൊടിച്ചിട്ട് പോവുക കേട്ടോ. ആൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എന്താണ് പറയുന്നതെന്ന് കണ്ണിനിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ചീകുകയാണ്. അപ്പം ഞാൻ കുറേ ആയി മുടിയൊക്കെ ഒന്ന് വൃത്തിയിൽ ചീകിയിട്ട് നല്ല രീതിയിൽ ചെടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീർപ്പിലൊക്കെ നല്ല രീതിയിൽ മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെടയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കണ്ണനും മുടി വാരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഓൻ്റെ ഭാഷയിൽ ഓൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം കുഞ്ഞിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണൻ്റെ ചീർപ്പ് ഇട്ടിട്ട് കണ്ണനും മുടി വാരി കൊടുത്തു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ആളെ തന്നെ നോക്കുകയാണ്. നമ്മളിങ്ങനെ സെൽഫി ക്യാമറയിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആളെ തന്നെ നോക്കുകയാണ്. അതിനിടയിൽ കണ്ണൻ അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ ഞാൻ എൻ്റെ മുടി നന്നായിട്ട് ചീകിയിട്ട് ചെടയൊക്കെ കളയാണ്. ഞാൻ എണ്ണയൊന്നും തേക്കാറില്ല കേട്ടോ. രാവിലെയൊന്നും എണ്ണ തേക്കാറില്ല. കുളിക്കുമ്പോൾ മാത്രമാണ് ഞാൻ മുടിയിൽ ജസ്റ്റ് എണ്ണ തേക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും ഒരു പൊട്ട് തൊടാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പൊട്ട് തൊടാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാകുന്നില്ല, ഏതെങ്കിലും ഒരു പൊട്ട് തൊടാറുണ്ട്. അപ്പോൾ ഞാൻ പൊട്ട് തൊടാണ്. അപ്പോൾ കണ്ണൻ അത് കണ്ടിട്ട് കണ്ണന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കണ്ണന് പൊട്ട് തൊടാനായിരിക്കും, പക്ഷേ ആ ഒരു പാക്കറ്റ് ഓന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കേട്ടോ വാശി പിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ മൂക്കടുപ്പ് ചെറുതായിട്ടുണ്ടെന്ന്. അപ്പോൾ മൂക്കിന് ഒഴിക്കാനുള്ള ഡ്രോപ്സാണ് കേട്ടോ ഇത് ഡോക്ടർ തന്നതല്ല, ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാട്ടോ. അങ്ങനെ കണ്ണൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ്. ഇതിപ്പോൾ ചെറുതാവുന്നുണ്ട്. അപ്പോൾ കുറേ ചെറിയ ഡ്രസ്സൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ചെറുതായതൊക്കെ ഞാനിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണനെ ഞാനങ്ങനെ സുന്ദരനാക്കി കേട്ടോ. അതിനിടയിൽ ഞാൻ കുറിയൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിൽ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആൾ കണ്ണൻ ചിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആളെ ചിരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആൾക്ക് ചെറിയൊരു കുസൃതിയാട്ടെ. എന്താണെന്ന് വെച്ചാൽ മൊബൈൽ കാണുമ്പോൾ ആളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നാണം കുടുങ്ങിയ പോലെയൊക്കെ കളിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ണനത് മുറ്റത്ത് കളിക്കുകയാണ്. അപ്പോൾ ആൾക്കിങ്ങനെ ബലൂൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബലൂൺസ് വീർപ്പിച്ച ബലൂൺസ് അല്ല, കാറ്റ് പോയ ബലൂൺസ് ഉണ്ടല്ലോ, വീർപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, അതാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആൾ തന്നെ ഇങ്ങനെ ഊതി ഇങ്ങനെ ഊതാനൊന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഊതി കളിക്കും കേട്ടോ. നമ്മൾ നേരത്തെ പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഞാനത് കണ്ണന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ചതാണ്. നല്ല പുളിയാണ്, പക്ഷേ ഇത് എങ്ങനെയാണ് കണ്ണൻ കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാനിതിൽ പഞ്ചസാരയോ തേനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെയാണ് കണ്ണന് കൊടുത്തത്. പക്ഷേ കണ്ണൻ നല്ല രീതിയിൽ കഴിച്ചു. എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ച് മാത്രമേ ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വിശപ്പിൻ്റെ ഒരു അസ്ഥിരത ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കഴിച്ചത്. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പാഷൻ ഫ്രൂട്ട് ലവറാണോ എന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓന് പാഷൻ ഫ്രൂട്ട് എടുത്തതിന് ശേഷം നമ്മളൊരു സ്ഥലം വരെ പോവാം കേട്ടോ. എങ്ങോട്ടാന്നല്ലേ, നമുക്ക് അമ്മൂമ്മയുടെ വീട് വരെ പോകണമായിരുന്നു. അപ്പോൾ അമ്മൂമ്മ കുറേ ആയി വീട്ടിലേക്ക് വന്നിട്ട്, ഒരാഴ്ചയോളമായി വീട്ടിലേക്ക് വന്നിട്ട്. അപ്പം ഞങ്ങൾ 2 പേരും, ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അമ്മൂമ്മ ആരുടെ അമ്മൂമ്മയാണ്, അതായത് രാഹുലേട്ടൻ്റെ അമ്മൂമ്മയാണോ എൻ്റെ അമ്മൂമ്മയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മൂമ്മ രാഹുലേട്ടൻ്റെ അമ്മൂമ്മയാണ്, അതായത് അമ്മയുടെ അമ്മയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെയും കൂടി അമ്മൂമ്മയാട്ടോ. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അമ്മൂമ്മയെ പോലെയാണ് ഈ അമ്മൂമ്മയും കാണുന്നത്, ഈ ഒരു കമലാശി അമ്മൂമ്മയും കാണുന്നത്. അമ്മൂമ്മയ്ക്ക് അറിയാം ഞാൻ അമ്മൂമ്മയുടെ നല്ലൊരു കട്ട ചങ്ക് ഫ്രണ്ടാണ്. അമ്മൂമ്മ എപ്പോഴും മുമ്പേ കണ്ണൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ എന്നെ കാണാനായിരുന്നു കൂടുതലും അങ്ങോട്ട് വന്നിരുന്നത്. എന്നോട് കഥ പറയാനും എന്നോട് പഴയ കാലത്തെ ബിസിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അമ്മൂമ്മ അങ്ങോട്ട് വരാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ണനെ കാണാനും അല്ലെങ്കിൽ നമ്മളോട് കുറച്ച് ഇങ്ങനെ പഴമ നിറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, കഥകളും അമ്മൂമ്മയുടെ ഓരോരോ സെൻറ്റിമെൻറ്റും ഓരോരോ ഹാപ്പി മൊമെൻറ്റൊക്കെ പറയാൻ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മൂമ്മ അങ്ങോട്ട് വരാറില്ല. അമ്മൂമ്മയ്ക്ക് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അമ്മൂമ്മ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിന് പകരണ്ടെന്ന് വെച്ചിട്ടാണ് അമ്മൂമ്മ ഒരാഴ്ച അങ്ങനെ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി, അതേപോലെ അമ്മൂമ്മയ്ക്ക് സന്തോഷമായി. അതിനിടയിൽ അമ്മൂമ്മ കണ്ണന് ഓറിയോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആളൊരു ബിസ്ക്കറ്റിൻ്റെ പകുതിയെ കഴിച്ചുള്ളൂ. ആൾക്ക് ഇപ്പോൾ വലിയ ബിസ്ക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. ആൾക്ക് ഇങ്ങനെ കറുമുറ ഐറ്റംസ് ഉണ്ടാവും, ചക്ലി, ചിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങാറുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവമല്ല, ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ സ്വഭാവമല്ല കണ്ണന് വന്നത്. ഞാനാണെങ്കിൽ ചെറുപ്പത്തിൽ ബിസ്ക്കറ്റ് ഭ്രാന്തിയാണെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അമ്മ പറഞ്ഞ അറിവാട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പാലിലോ അല്ലെങ്കിൽ ചായയിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ കുതിർത്തിട്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നതാണ് അമ്മ പറഞ്ഞത്. അതും പാർലേജി ആയിരുന്നു കേട്ടോ ഒരു കാലത്ത് എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അത് മാറി ഓരോരോ ബിസ്ക്കറ്റായി. ഇപ്പോഴും ഞാൻ ഒരു ബിസ്ക്കറ്റ് ഭ്രാന്തിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്കിങ്ങനെ ബിസ്ക്കറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കണ്ണന് അമ്മൂമ്മയുടെ വീട്ടിലൊരു ചെറിയൊരു കുഞ്ഞു ബക്കറ്റിൽ വെള്ളം കണ്ടപ്പോൾ ആൾക്ക് അതിൽ കളിക്കണമെന്ന്. കണ്ണൻ അങ്ങനെയാണ്, വെള്ളം കണ്ട അങ്ങനെയാണ്, ആൾക്കതിൽ കളിക്കണം. അപ്പോൾ അതിൽ ബലൂണൊക്കെ വെച്ച് കളിക്കായിരുന്നു. അതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി. അപ്പോഴത്തേക്കും അച്ഛൻ വന്നു കേട്ടോ. അച്ഛന് ചെറിയൊരു ബിസിനസ്സാണ്, ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അച്ഛൻ കാസർഗോഡ് ടൗണിൽ പോയിട്ട് വരുമ്പോൾ കണ്ണനൊരു കുഞ്ഞു സർപ്രൈസ് കൊണ്ടുവന്നു. അതായത് ഒരു ബാറ്റും ഒരു 2 ബോൾസൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ആൾക്കിത് എന്താ സംഭവം എന്നറിയില്ല. ആൾക്ക് ബാറ്റിന് അത്ര അറിവൊന്നുമില്ല. പക്ഷെ ആ ഒരു കോലുണ്ടല്ലോ, ആളുടെ വിചാരം നമ്മളെ തല്ലാനുള്ള വടിയെന്നാണ്. പിന്നെ ബോൾ കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ബോളാണെന്ന് ആൾ പറഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ ആൾ പറഞ്ഞു ബോളാണെന്ന്. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആൾ കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കണ്ണനുള്ള ലഞ്ചിനുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഗീ റൈസ് ആട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു കഷ്ണം സവാള, അതായത് നമ്മുടെ നീരുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റും ആണ്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുഞ്ഞു പീസായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഗീ റൈസിനോടാട്ടോ താല്പര്യം. ചോറൊക്കെ കൊടുക്കുമ്പോൾ ആൾ തുപ്പിക്കളയും. ഇതൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ആൾ കഴിക്കും. പിന്നെ അത്രയല്ലേ നമ്മുടെ കുഞ്ഞുമക്കൾ കഴിക്കുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലാണ് ഞാൻ ഈ ഒരു ഗീ റൈസ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വെജിറ്റബിൾസും ഇട്ടിട്ട് കുറച്ച് ലേറ്റായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാട്ട് ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. അതിന് ശേഷം ഞാൻ അതായത് ബസ്മതി അരിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ബസ്മതി അരി കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു 5-6 വിസിൽ വരെ ഞാനത് വേവിച്ചെടുത്തു കേട്ടോ. അത് ഓരോരോ കുക്കറിനനുസരിച്ചായിരിക്കും. എനിക്കിപ്പോൾ 5-6 വിസിൽ വേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ വാഷിംഗ് മെഷീനിൽ സ്പിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു തുണികളൊക്കെ ആറിയിട്ടു. അപ്പോൾ ഇതിന് നമ്മൾ ആറിയിട്ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുന്നത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ആറിയിട്ടതിന് ശേഷം അപ്പോൾ കണ്ണൻ അതിനിടയിൽ രാഹുലേട്ടനും കണ്ണൻ അച്ഛനും കൂടിയിട്ട് ഇളയമര വീട്ടിൽ പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാം, അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ വീണ്ടും അസുഖം വരും. ഇപ്പോൾ തന്നെ എൻ്റെ മൂക്കൊക്കെ നല്ല അടഞ്ഞ് കുടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അസുഖം വരാതിരിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ പഴയതുപോലെ നല്ല ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വരാന്ത അടിച്ച് വാരാണ് ചെയ്യുന്നത്. അതിനിടയിൽ മണ്ണാമ്പലൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടച്ചെടുക്കും. ഇപ്രാവശ്യം ഞാൻ ഉപയോഗിച്ചത് ഹാർപ്പിക്കിൻ്റെ ക്ലീനറാണ്, ബാത്റൂം ക്ലീനറാണ് യൂസ് ചെയ്തത്. അങ്ങനെ വരാന്ത തുടച്ച് കഴിഞ്ഞു. എന്നിട്ട് നേരെ ഹാളിലേക്ക് വന്നു കേട്ടോ. അതിനിടയിൽ ഞാൻ അനിയൻ്റെ റൂമൊക്കെ തുടച്ചു, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ ഹാളിലേക്ക് വന്നിട്ട് ജനലൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അതിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്ത് മാസ്ക് ഇട്ടുന്നത്, വീട്ടിലെ ജോലിക്ക് പോലും മാസ്ക് ഇട്ടുന്നത് എന്തെന്ന് വിചാരിക്കേണ്ട. വേറെ ഒന്നുമല്ല, എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, പിന്നെ ചെറിയ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മാസ്ക് ഇടുന്നത്. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണമല്ലോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എൻ്റെ കണ്ണൻ്റെ കാര്യം ഗോവിന്ദായിരിക്കും. കാരണം കണ്ണന് ഞാനില്ലാതെ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈമാണല്ലോ, അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മാസ്കൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ഞാനങ്ങനെ അവിടെ അടിച്ച് വാരാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറച്ച് ദിവസമായി വൃത്തിയാക്കിയിട്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഞാൻ മേശയുടെ അടിയിലും അതേപോലെ തന്നെ സോഫയുടെ അടിയിലൊക്കെ അടിച്ച് അതിന് ശേഷം ഞാൻ നമ്മുടെ സോഫയുണ്ട്, മുകളിൽ ഭാഗം 2 സോഫയുണ്ട്, 3 സോഫയുണ്ട്. അതിൽ 2 സോഫ ഒരേ സൈഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പഴയ ഒരു കീറി പഞ്ചറായൊരു ബെഡ്ഷീറ്റ് ഉണ്ട്, അത് ഞാൻ അതിൽ പിരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് ഒരു പ്രശ്നമില്ല, നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മളിത് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു. ഞാനല്ല മേടിച്ചത്, എൻ്റെ അമ്മ മേടിച്ചതാണ്, ഉദ്മയിലെ അമ്മ മേടിച്ചതാണ്. അത് ഞാൻ എടുത്തുന്നുള്ളൂ, ഞാൻ ചോദിച്ചിട്ടാട്ടോ എടുത്തത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു ഞാൻ ഇത് എടുക്കട്ടെ, ഇതെനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കുറച്ച് ഒരു 2-3 മാസം 4 മാസമൊക്കെ നല്ല രീതിയിൽ പോയി, പിന്നെ അത് കീറിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഹോളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് മോപ്പാട്ടോ ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞാൻ ഈ ഒരു ടൈപ്പ് മോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കൈ വെച്ച് പിഴിയേണ്ട ആവശ്യമില്ല, വെള്ളം പിഴിയേണ്ട ആവശ്യമില്ല. പിന്നെ അമ്മയ്ക്ക് സാധാ കൈ വെച്ച് പിഴിയുന്ന മോപ്പുണ്ടല്ലോ, അതാണ് കൂടുതൽ ഇഷ്ടം. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിയൊരു മോപ്പാട്ട്. ഇതുവരെ അമ്മ താഴെ ഉപയോഗിക്കുന്ന മോപ്പ് തന്നെയായിരുന്നു മുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം എനിക്ക് വേണ്ടിയിട്ട് രാഹുലേട്ടൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് നല്ല സുഖമായിട്ട് നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ സാധാരണ ഡെറ്റോൾ ഇട്ടിട്ടാണ് ടൈൽസൊക്കെ തുടച്ചെടുക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഹാർപ്പിക്കാട്ടോ യൂസ് ചെയ്തത്. ഇതിൻ്റെ മണം നല്ല മണമാണ്, ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, അതാണ് എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോറുണ്ട്, പിന്നെ മത്തിക്കറിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ പയറ് വറവുണ്ട്, പിന്നെ തൈരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൈരിൽ എന്താ ചുവന്ന കളർന്ന്, അത് അച്ചാർ മിക്സ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. പിന്നെ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ, നല്ല ഉപ്പിട്ട കഞ്ഞിവെള്ളമുണ്ട്. എനിക്ക് പ്രഷർ കുറച്ച് കുറവാണ്, അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ഹോളൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ വന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ആളെ. അപ്പോൾ ഉറങ്ങിയിട്ട് എണീച്ചിട്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണൻ എണീപ്പിക്കാൻ നോക്കി, പക്ഷേ ആൾ നല്ല ഉറക്കത്തിലാണ്, ആൾ നല്ല ഡീപ്പ് സ്ലീപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ആൾ എണീക്കിപ്പോൾ തന്നെ ഫുഡ് കൊടുക്കാമെന്ന്.
അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചിട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതപ്പൊക്കെ മടക്കി വെച്ചു. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. ഡ്രസ്സിങ് ടേബിളൊക്കെ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഒട്ടും വയ്യാതായി. അപ്പോൾ വീണ്ടും മൂക്കടഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുക്കാം, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഞാനൊന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് ചെയ്യാനുള്ളൊരു മൂടല്ല, എനിക്ക് പറ്റുന്നില്ല. കാരണം എൻ്റെ മൂക്കിങ്ങനെ അടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂക്കടഞ്ഞാൽ നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ ചെയ്യാമെന്ന്, വേറെ ഒരു ദിവസം ചെയ്യാം, സമയം കിട്ടുമ്പോൾ. അതായത് ഒന്ന് ഇതൊക്കെ ഒന്ന് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ മൂക്കിന് മരുന്ന് ഇട്ടിച്ചോട്ടെ, അതുകൊണ്ടാണ് ഇങ്ങനെ തുയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കണ്ണാൽ ഇപ്പം നല്ല ഉറക്കണം. ആൾ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. എനിക്കെന്തോ സങ്കടമാകുന്നുണ്ട്. പക്ഷെ ഞാൻ ആളെ എണീപ്പിക്കാൻ നോക്കി, പക്ഷെ ആൾ എണീക്കുന്നില്ല. ആൾക്ക് ഉറക്കം വന്ന ആൾക്ക് നല്ല രീതിയിൽ ഉറങ്ങണം. അപ്പോൾ ആളുടെ ഇഷ്ടത്തിന് ആൾക്ക് എണീക്കണം. ആൾക്ക് എപ്പോഴാണോ എണീക്കാൻ തോന്നുന്നത് അപ്പോഴും മാത്രമേ എണീക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഓനെ എണീപ്പിച്ചാൽ ഓൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അന്നത്തെ ദിവസം മൊത്തം ശരണമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എണീപ്പിക്കാൻ അധികം ശ്രമിക്കാത്തത്. അപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ആൾക്ക് ഞാൻ നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ഇപ്പം മിക്കപ്പോഴും നെയ്ച്ചോറ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനൊന്നും വേണമെന്നില്ല, ഇറച്ചിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീനൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കഴിക്കും. നമ്മൾ ഏതെങ്കിലും വെജിറ്റബിൾസ് നെയ്ച്ചോറിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ അതും നല്ല രീതിയിൽ കഴിക്കും. അത് നല്ലതാണല്ലോ, കുട്ടികളുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. പിന്നെന്താണ്, അങ്ങനെ ഞാനൊക്കെ ഫുഡ് കഴിച്ചു. ഇനി ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് മൂക്കടയുന്നതുകൊണ്ട് എനിക്ക് ശ്വാസം വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. മരുന്ന് ഞാനിപ്പോൾ ഇട്ടിച്ച് തരുള്ളൂ, എന്നാലും ഒരു കാര്യമില്ല, വെറുതെ. പിന്നെ പനിയൊന്നുമില്ല കേട്ടോ, പനിയൊന്നുമില്ല. പക്ഷെ എനിക്ക് മൂക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെയാണ്. മൂക്കടപ്പ് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ വായിലാണ് ശ്വാസം എടുക്കുന്നത്. എനിക്ക് ഒന്നാമത് അലർജിയുടെ ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ സ്കൂൾ കലോത്സവത്തിനൊക്കെ എല്ലാ ദിവസവും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയും രാത്രിയും, പകലും രാത്രിയൊന്നും ഇല്ലാതെ എല്ലാ ദിവസവും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റായിരിക്കും ഇപ്പോൾ വന്നത്. രാവിലെയൊക്കെ ആണെങ്കിൽ, ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊടിയായിരുന്നു, ഗ്രൗണ്ടിലൊക്കെ നല്ല പൊടിപെടലായിരുന്നു. അപ്പോൾ അതായിരിക്കാം. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ മഞ്ഞിൻ്റെ പ്രശ്നമാണല്ലോ, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഇപ്പം മിക്ക ആൾക്കാർക്കും ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ അമ്മൂമ്മയുടെ അവിടെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഉണ്ട്. പക്ഷെ അമ്മൂമ്മ സ്കൂളിൽ പരിപാടിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ അമ്മൂമ്മക്കുണ്ട്. അമ്മൂമ്മയെ കുറേ ആയി കണ്ടിട്ട്, അങ്ങനെയാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോയത്. ഇപ്പം ആ ടൈമിലൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്ക് മൂക്ക് നന്നായിട്ട് അടഞ്ഞു. എനിക്ക് മണമൊന്നും അറിയുന്നില്ല, അതേപോലെ ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ ഒരു സോപ്പ് അടുത്ത് വെച്ചാൽ പോലും എനിക്ക് ഒരു മണം അറിയുന്നില്ല. പിന്നെ ടേസ്റ്റ് ഇല്ല, അങ്ങനത്തെ എല്ലാ അവസ്ഥയായി. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉറങ്ങാൻ നോക്കിയതാണ്, പക്ഷെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ പോയിട്ടൊന്ന് നടക്കാന്ന്. എന്തായാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണനും ഇപ്പോൾ ഉറക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് നടന്നിട്ട് ആ ഒരു മൂഡൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഭയങ്കര ഒരു അസുഖം വന്നാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അതാണ് ഇപ്പോൾ എൻ്റെ ഒരു മൂഡ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് കോഴിയൊക്കെ കാണാം. പിന്നെ നായയുണ്ട്, നമ്മുടെ ജിമ്മി, റാംബോ, പിന്നെ കുറേ തരം കോഴികളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ റോഡ് വീലറെ കാണിച്ചു തരാം കേട്ടോ. റാംബോ എന്നാണ് പേര്. അപ്പോൾ ഞാൻ നമ്മുടെ ഏതൊരു വീഡിയോയിലും ഈ റോഡ് വീലറിനെ കാണിച്ചിട്ടില്ലായിരുന്നു. വേറൊരു റോഡ് വീലർ ഉണ്ടായിരുന്നു, പിങ്കി കേട്ടോ, പെണ്ണായിരുന്നു. ഇത് ആണാണ്. അപ്പോൾ പിങ്കി ഇപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ട് കുറേ ആയി, ഇപ്പോൾ 1 കൊല്ലം ആവാറായി, 1 കൊല്ലം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയ ഒരെണ്ണത്തിന് മേടിച്ചതാണ്. കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മൾ മേടിച്ചത്. ഇപ്പോൾ ഏകദേശം വലുതായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കോഴിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കോഴിയൊക്കെ ഒരു റൗണ്ടിലുള്ള ഒരു സംഭവമുണ്ട്, അതിൽ വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് കീരിയുടെയും പരുന്തിൻ്റെ ഒക്കെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേത് സ്ഥലം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ നമ്മുടെ സ്വന്തം കോഴി ഷെഡാണ്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ കോഴി ഷെഡിൻ്റെ
കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴികളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ മിക്ക കോഴികളെയും രാവിലെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ 2 കോഴി ഉണ്ടായിരുന്നു, അത് മുട്ടയ്ക്ക് അടയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ കോഴി ഷെഡ്. ഇനി കുറച്ചും കാര്യങ്ങളൊക്കെ കോഴി ഷെഡിൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതെന്താ മനസ്സിലായോ, ഇത് നമ്മുടെ കശുവണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ടൈമിൽ എനിക്കത് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി വരായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒന്നാന്തര കശുമാങ്ങ കിട്ടും. എന്താ പറയുക, അതിൽ കൊറട്ട ചുട്ട് കഴിക്കാൻ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എന്നാലും ചുട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കറി വെച്ചാൽ കിട്ടിയില്ല കേട്ടോ. പിന്നെ കശുമാങ്ങയാണെങ്കിൽ ഉപ്പിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പും പിന്നെ മുളകും, ഉപ്പ് മാത്രം മതി, അതൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്ന് പറയണേ. ഇതാട്ടോ നമ്മുടെ സ്ഥലം. ഇവിടെ മൊത്തം തെങ്ങാണുള്ളത്. പിന്നെ കോഴിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ വളമായിട്ട് തെങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രേതാലയം പോലെ തോന്നാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു പപ്പായ മരമാണ്. ഇതിൻ്റെ പപ്പായൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല എമ്മിയാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല എമ്മിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിനുള്ളിൽ കുരുവൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പിങ്കി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ മുന്നുണ്ടായിരുന്ന ഒരു റോഡ് വീലർ. അപ്പോൾ റോഡ് വീലറെ കുഴിച്ചിട്ട സ്ഥലം ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ അവിടെ മാവിൻ തൈയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ നേരെ റൂമിലേക്ക് വന്നു. എന്നിട്ട് ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ എല്ലാം ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കണ്ണനുള്ള വൈപ്സ്, പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ ഇടാനുള്ള ഒരു സംഭവം, പിന്നെ ഇത് നമ്മുടെ ഫ്ലാസ്ക്, വാട്ടർ ഫ്ലാസ്ക്, പിന്നെ ഇതിൽ ഈ ഒരു ഗ്ലാസ്സിലുള്ളത് എനിക്കിപ്പോൾ കഴിക്കാനുള്ള ഗുളികയാണ്. പിന്നെ മറ്റേത് കണ്ണിൻ്റെ, എനിക്ക് തോന്നുന്നു ചുമയുടെ മരുന്നാണെന്ന് തോന്നുന്നു. അതിന് ശേഷം ഞാൻ ചായ ഇടുകയാണ്. നമുക്ക് എപ്പോഴും വൈകുന്നേരം ചായയോ അല്ലെങ്കിൽ കാപ്പിയൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചായ ഇടാണ്. അപ്പോൾ ഇന്ന് എനിക്ക് മാഗി കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ രാവിലേട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഈ ഒരു മാഗി ആട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. ഇതിൽ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ ചില്ലി സോസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് ശേഷം കണ്ണൻ എണീറ്റു. അപ്പോൾ കണ്ണനുള്ള ഗീ റൈസ് ഞാൻ കൊടുക്കുകയാണ്. ആൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഗീ റൈസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓന് ഹൈ ചെയറിലൊക്കെ ഇരുത്തി. അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും കാർട്ടൂൺ അഡിക്റ്റ് അല്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ കാർട്ടൂൺ വെച്ച് കൊടുക്കും. അങ്ങനെ കണ്ണന് ഗീ റൈസൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം ഞാനും രാവിലേട്ടനും കൂടി ചായ കുടിക്കുകയാണ്. അപ്പം നേരത്തെ രാവിലേട്ടൻ ഉണ്ടാക്കിയ മാഗി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് കണ്ണന് ഇങ്ങനെ ചക്ലി ചെറിയൊരു കഷ്ണം കൊടുത്തു. അപ്പോൾ ആൾക്ക് മാഗി കണ്ടപ്പോൾ അതും കൂടി വേണമെന്ന് പറഞ്ഞു. ചക്ലി എനിക്ക് തരാണ് ആളിപ്പോൾ. അങ്ങനെ ഞാൻ കണ്ണന് മാഗി കൊടുക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഗി കഴിക്കാൻ. പക്ഷെ നമ്മൾ എപ്പോഴും മാഗി ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ല, എന്നാലും ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കണ്ണനും കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കുറേയൊന്നും കൊടുക്കാറില്ല, എന്നാലും 2 സ്പൂൺ 3 സ്പൂണൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ കണ്ണനും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇത് കഴിച്ചിട്ട് ഓന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളും ചായ കുടിച്ച് കഴിഞ്ഞു. കണ്ണൻ ഇപ്പോൾ കളിക്കുകയാണ്. അപ്പോൾ കണ്ണൻ ബലൂൺ വെച്ചാട്ടോ കളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബലൂണിനോട് ഭയങ്കര ക്രേസാണ്. ക്രേസ് എന്ന് വെച്ചാൽ ബലൂൺ വീർപ്പിച്ചതല്ല, ഊതാത്ത ബലൂണാണ് കണ്ണന് കൂടുതൽ ഇഷ്ടം. അതിങ്ങനെ ഊതാൻ വേണ്ടിയിട്ടുള്ളൊരു വിഭ്രാന്തിയാണ് ആൾക്കുള്ളത്. അതിന് ശേഷം എൻ്റെ കയ്യിലൊരു ഭണ്ണാരം ഉണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് മേടിച്ചതാണ്. അതിൽ ഞാൻ ആകെ 5-6 കോയിൻസ് മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ണനിപ്പോൾ അതിടുന്ന കോയിൻസൊക്കെ കിട്ടിയാൽ അതിലിടുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എൻ്റെ ബാഗിൽ ഞാനിങ്ങനെ കോയിൻസൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു കോലുമുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഞാൻ അതിൻ്റെ പാക്കറ്റൊക്കെ പൊളിച്ച് കൊടുത്തു. അപ്പോൾ ആളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ മൊത്തം മേക്കൊക്കെ ആക്കും കേട്ടോ, ഡ്രസ്സിലൊക്കെ ആക്കും. അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കളറൊക്കെ പറ്റിയാൽ, ഡ്രസ്സിലൊക്കെ കളർ പറ്റിയാൽ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് കുളിച്ചില്ല കേട്ടോ, മേക്ക് മാത്രമേ കുളിച്ചുള്ളൂ. അപ്പോൾ ഇനി അമ്മ വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കും. അപ്പോൾ കണ്ണനെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത്. അധികം അങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. ചിലപ്പോൾ നേരത്തെ ഉറക്കം വന്നാൽ അതിന് മുന്നേ കുളിപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലോ ഓന് ഉറങ്ങിയിട്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി താഴേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ.
അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ രാവിലേട്ടൻ ജിമ്മിന് പോവാണ്. അപ്പോൾ ഞാനും കണ്ണനിങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളിങ്ങനെ ബൈക്കിലൊക്കെ രാവിലേട്ടൻ പോകുമ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമാണ്. ആൾക്കും കൂടെ പോകാനുള്ള ഒരു ധൃതിയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2-3 ദിവസമായി വീണ്ടും രാവിലേട്ടൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പ്രസവിച്ച് പിന്നെ രാവിലേട്ടൻ ജിമ്മിന് പോയിട്ടില്ലായിരുന്നു. അതിന് മുന്നേ ഒക്കെ നല്ല രീതിയിൽ ജിമ്മൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അതിന് ശേഷം ഒരു 8 മണിയാകുമ്പോൾ ഞാൻ കണ്ണിനുള്ള ഡിന്നർ കൊടുത്തു. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗീ റൈസ് പിന്നെ മുട്ട കേട്ടോ. മുട്ടയുടെ മഞ്ഞ കൊടുക്കാറില്ല, വെള്ളമാണ് കൊടുക്കുന്നത്. അപ്പോൾ മാഗിയിൽ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് മാറിയതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല യമ്മി ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. മാഗി പിന്നെ പുഴുങ്ങിയ മുട്ടയും. ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ പിന്നീട് കഴുകാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് മടിയാവും. അപ്പോൾ എല്ലാം അപ്പം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അതായത് നമുക്ക് പാത്രം കഴുകണമല്ലോ, അങ്ങനത്തെ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വരില്ലല്ലോ. അപ്പോൾ എല്ലാം ഞാൻ അപ്പോൾ തന്നെ ചെയ്യട്ടെ. ഇപ്പോൾ എന്ത് വെച്ചാലും അപ്പോൾ തന്നെ കഴുകി വെക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ മാഗി തിന്ന പാത്രവും പിന്നെ കണ്ണന് ഗീ റൈസ് ഉണ്ടാക്കിയ കുക്കറും പിന്നെ നമ്മൾ നേരത്തെ മാഗി വേവിച്ചെടുത്ത സംഭവങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാനും. എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഞാനപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ആറാൻ വേണ്ടി കാമ്പിഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സിങ്കൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെന്താണ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ, കാരണം ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.